ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 3ാം ക്ലാസ്സിലെ മക്കളുടെ മാത്സിൻ്റെ ചോദ്യപേപ്പറാണ്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മൾ ഓൾറെഡി 3ാം ക്ലാസ്സിൻ്റെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വേറെ സെറ്റുകൾ. അത് കാണാത്തവർ HD3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുക, അതിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. പ്രവർത്തനം 1, യൂണിറ്റുകൾ. ചോദ്യം എ, അനുയോജ്യമായ യൂണിറ്റ് ചേർത്ത് പട്ടിക പൂർത്തിയാക്കുക. ഇപ്പോൾ ബ്രാക്കറ്റിൽ നമുക്ക് ഗ്രാം, കിലോഗ്രാം, സെൻറ്റിമീറ്റർ, മീറ്റർ, മില്ലി ലിറ്റർ, ലിറ്റർ എന്നിവ ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ പെൻസിലിൻ്റെ നീളം 18 എന്ന് പറയുമ്പോൾ 18 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ. സെൻറ്റിമീറ്ററും മീറ്ററുമാണ് നീളത്തിൻ്റെ അളവുകളിൽ തന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ മില്ലിമീറ്ററും ഉണ്ട്. മില്ലിമീറ്റർ എന്ന് വെച്ചാൽ നന്നേ ചെറുതായി പോവും, മീറ്റർ ആണെങ്കിലോ നല്ലോണം വലുതായി പോകും അല്ലേ. 100 സെൻറ്റിമീറ്റർ ആണ് ഒരു മീറ്റർ. അപ്പോൾ അത്രയും എന്തായാലും ഒരു പെൻസിലിന് നീളം ഉണ്ടാവില്ല. 18 സെൻറ്റിമീറ്റർ ആണ് ശരിയായ ഉത്തരം. കേക്കിൻ്റെ ഭാരം 800 ഗ്രാം, കിലോഗ്രാം എന്നിവയാണ് ഭാരത്തെ സൂചിപ്പിക്കുന്നത്. അതിൽ 800 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ അത്രയും വലിയ കേക്ക് ഉണ്ടായിരിക്കുമോ? ഇല്ല അല്ലേ. അപ്പോൾ 800 ഗ്രാം ആണ് വരുന്നത്. കുപ്പിയിലെ വെള്ളത്തിൻ്റെ അളവ് 500. കുപ്പിയിലെ വെള്ളമാണ്, മില്ലി ലിറ്ററും ലിറ്ററും ആണുള്ളത്. അപ്പോൾ 500 ലിറ്റർ എന്തായാലും ഒരു ചെറിയ കുപ്പിയിൽ കൊള്ളില്ല. അപ്പോൾ അതുകൊണ്ട് 500 മില്ലി ലിറ്റർ ആണ്. ചോദ്യം ബി, നീളം അളക്കുന്നതിനിടയിൽ മീറ്റർ സ്കെയിൽ പൊട്ടി 2 കഷ്ണങ്ങളായി. താഴെ തന്നിരിക്കുന്നതിൽ പൊട്ടിയ സ്കെയിലിൻ്റെ അളവുകൾ ഏതാണ്? ശരി ഉത്തരത്തിന് ടിക്കിടുക. എ, കഷ്ണം 1 75 സെൻറ്റിമീറ്റർ, കഷ്ണം 2 35 സെൻറ്റിമീറ്റർ. ബി, കഷ്ണം 1 45 സെൻറ്റിമീറ്റർ, കഷ്ണം 2 65 സെൻറ്റിമീറ്റർ. സി, കഷ്ണം 1 50 സെൻറ്റിമീറ്റർ, കഷ്ണം 2 40 സെൻറ്റിമീറ്റർ. ഡി, കഷ്ണം 1 40 സെൻറ്റിമീറ്റർ, കഷ്ണം 2 60 സെൻറ്റിമീറ്റർ. അപ്പോൾ മീറ്റർ സ്കെയിൽ ഒരു മീറ്ററിൻ്റെ സ്കെയിലാണ്. ഈ ഒരു മീറ്റർ എന്ന് വെച്ചാൽ എത്രയാണ് മക്കളെ? 100 സെൻറ്റിമീറ്റർ ആണല്ലേ. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന അളവുകളിൽ ഏതെണ്ണം രണ്ടെണ്ണം കൂട്ടുമ്പോഴാണ് 100 സെൻറ്റിമീറ്റർ കിട്ടുന്നതെന്ന് നോക്കുക. ഒന്നാമത്തേത് 75 35 ആണ്, അത് കൂട്ടിയാൽ 110 ആണല്ലേ കിട്ടുന്നത്. അതല്ല. രണ്ടാമത്തേത് 45 65 ആണ്, അത് കൂട്ടിയാലും നമുക്ക് 110 ആണ് കിട്ടുന്നത്. അപ്പോൾ അതുമല്ല. മൂന്നാമത്തേത് 50 40 ആണ്, അത് കൂട്ടുമ്പോൾ നമുക്ക് 90 ആണ് കിട്ടുന്നത്. അതുമല്ല. നാലാമത്തേത് 40 60 ആണ്, അത് കൂട്ടുമ്പോൾ നമുക്ക് 100 സെൻറ്റിമീറ്റർ ആണ് കിട്ടുന്നത്. 100 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ 1 മീറ്റർ. അപ്പോൾ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. പ്രവർത്തനം 2, സ്കൂൾ വാർഷികം. സ്കൂൾ വാർഷികത്തിന് രക്ഷിതാക്കളിൽ നിന്ന് ലഭിച്ച തുക താഴെ പട്ടികയിൽ കൊടുത്തിരിക്കുന്നു. 1 എ ക്ലാസ്സിൽ നിന്ന് 578 രൂപ, 1 ബിയിൽ നിന്ന് 631 രൂപ, 2 എയിൽ നിന്ന് 539 രൂപ, 2 ബിയിൽ നിന്ന് 572 രൂപ, 3 എയിൽ നിന്ന് 800 രൂപ, 3 ബിയിൽ നിന്ന് 718 രൂപ, 4 എയിൽ നിന്ന് 298 രൂപ, 4 ബിയിൽ നിന്ന് 431 രൂപ. ചോദ്യം എ, ഏറ്റവും കൂടുതൽ തുക കിട്ടിയ ക്ലാസും തുകയും എഴുതുക. ഏറ്റവും കൂടുതൽ തുക കിട്ടിയത് ഏതാണ് മക്കളെ? 3 എ ആണ്. 3 എയിൽ നിന്ന് 800 രൂപയാണ് കിട്ടിയത്. അപ്പോൾ 3 എ 800 രൂപ. ചോദ്യം ബി, ഏറ്റവും കുറവ് കിട്ടിയ തുക കിട്ടിയ ക്ലാസും തുകയും എഴുതുക. ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 298 ആണല്ലേ. അപ്പോൾ കുറവ് സംഖ്യ കിട്ടിയത് 4 എയിൽ നിന്നാണ്, 298 രൂപ. ചോദ്യം സി, കിട്ടിയ തുകകളെ വലുതിൽ നിന്നും ചെറുതിലേക്ക് എഴുതുക. നോക്കൂ, ഏറ്റവും വലിയ സംഖ്യ 800 ആണ്. അപ്പോൾ 800, പിന്നെ 800ൽ 700 ആയിരിക്കും അല്ലേ വരുന്നത്. അപ്പോൾ 700ൽ തുടങ്ങുന്ന സംഖ്യ ഇവിടെ 3 ബിയുടേതാണ്, 718. പിന്നെ 700ൽ വേറെ ഒന്നുമില്ല. പിന്നെ 600ലുണ്ടോ? 600ലുണ്ട്, 631. 1 ബിയുടേത് 631. പിന്നെ 600ൽ വേറെ ഒന്നുമില്ല. പിന്നെ ഉള്ളത് എന്താണ്? 500ലുണ്ടല്ലേ. 500ൽ ഒരുപാടുണ്ട്. 578, 539, 572. ഇതിലേറ്റവും വലുത് 578 ആണ്. പിന്നെ 572, പിന്നെ 539, പിന്നെ 431 ആണ്. പിന്നെ അവസാനം 298. ചോദ്യം ഡി, ഒരു ക്ലാസ്സിൽ നിന്നും കിട്ടിയ നോട്ടുകളും നാണയങ്ങളുമാണ് ചിത്രത്തിൽ. ക്ലാസ് ഏതെന്ന് എഴുതുക. നോക്കൂ മക്കളെ, 100 രൂപയുടേത് എത്ര? 3 നോട്ടുകളുണ്ട്. അപ്പോൾ 100 കൂട്ടണം 100 എത്രയാണ് മക്കളെ? 300 ആയി. പിന്നെ 50 രൂപയുടേത് 2 എണ്ണം. അപ്പോൾ 50 കൂട്ടണം 50 100 ആണ്. അപ്പോൾ ആകെ 400 ആയി. 20ൻ്റേത് 1, അപ്പോൾ 420. പിന്നെ 5ൻ്റേത് 2 നാണയങ്ങൾ, അപ്പോൾ 430. പിന്നെ 1 രൂപ, അപ്പോൾ 431 രൂപയാണ് ആകെ കിട്ടിയത്. 431 രൂപ കിട്ടിയ ക്ലാസ് ഏതാണ്? 4 ബി ആണ്. പ്രവർത്തനം 3, കോഴിക്കുഞ്ഞുങ്ങൾ. ചോദ്യം എ, കോഴിക്കുഞ്ഞുങ്ങൾ വിശന്ന് കരയാൻ തുടങ്ങിയപ്പോൾ തള്ളക്കോഴി തെക്കേ പറമ്പിലേക്കും പൂവൻ കോഴി വടക്കേ പറമ്പിലേക്കും തീറ്റ തേടിപ്പോയി. തള്ളക്കോഴി 24 പയർമണിയുമായി വന്നു. കുഞ്ഞുങ്ങൾ 4 പേരും തുല്യമായി വീതിച്ചെടുത്തു. ചോദ്യം എ, ഒരു കോഴിക്കുഞ്ഞിന് എത്ര പയർമണികൾ കിട്ടി?
അപ്പോൾ 4 കോഴിക്കുഞ്ഞുങ്ങളാണല്ലേ മക്കളെ ഉള്ളത്. 24 പയർമണികളാണ് ആകെ കിട്ടിയത്. ആകെ പയർമണികൾ സമം 24 ആകെ കോഴിക്കുഞ്ഞുങ്ങൾ സമം 4. അപ്പോൾ ഓരോരുത്തർക്കും എത്ര കിട്ടിയെന്ന് എങ്ങനെ കാണാം? 24നെ 4 കൊണ്ട് ഹരിക്കുക. 24 ഹരിക്കണം 4 സമം 6. ഓരോരുത്തർക്കും 6 പയർമണികൾ വീതമായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക. ചോദ്യം ബി. കുറച്ചു കഴിഞ്ഞപ്പോൾ 12 പയർമണിയുമായി പൂവൻ കോഴി വന്നു. കുഞ്ഞുങ്ങൾ അതും കൃത്യമായി വീതിച്ചെടുത്തു. എങ്കിൽ ഒരു കോഴിക്കുഞ്ഞിന് എത്ര പയർമണികൾ കിട്ടി? അപ്പം ആകെ പയർമണികൾ സമം 12, ആകെ കോഴിക്കുഞ്ഞുങ്ങൾ സമം 4. ഒരാൾക്ക് കിട്ടിയത് എത്രയായിരിക്കും? 12നെ 4 കൊണ്ട് ഹരിക്കുക. 12 ഹരിക്കണം 4 സമം 3. അപ്പോൾ ഓരോരുത്തർക്കും 3 പയർമണികൾ വീതം കിട്ടിയിട്ടുണ്ടായിരിക്കും. ചോദ്യം സി. കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് അച്ഛനും അമ്മയ്ക്കും ഒന്നും കിട്ടിയില്ലെന്ന് കോഴിക്കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായത്. അവർ എല്ലാ പയർമണികളും ചേർത്ത് എല്ലാവർക്കുമായി വീതിച്ചു. ഇപ്പോൾ ഓരോരുത്തർക്കും എത്ര പയർമണികൾ വീതം കിട്ടും? അപ്പോൾ ആകെ പയർമണികൾ എത്രയാണ്? അമ്മ കൊണ്ടുവന്ന 24 അച്ഛൻ കൊണ്ടുവന്ന 12. ആകെ 36. ആകെ എത്ര ആളുകളുണ്ട്? 4 കുഞ്ഞുങ്ങളും അമ്മയും അച്ഛനും, തള്ളക്കോഴിയും അച്ഛൻ കോഴിയും. ആകെ 6 പേര്. അപ്പോൾ ഓരോരുത്തർക്കും എത്ര കിട്ടും? 36 ഹരിക്കണം 6 സമം 6. എല്ലാവർക്കും 6 പയർമണികൾ വീതം കിട്ടിയിട്ടുണ്ടായിരിക്കും. പ്രവർത്തനം 4. സമയം എത്ര? ചോദ്യം എ. തൻവിയുടെ ഒരു ദിവസത്തിൽ നടക്കുന്ന വിവിധ പ്രവർത്തനങ്ങളും സമയവും തന്നിരിക്കുന്നു. സമയം ക്ലോക്കിൽ ചിത്രീകരിക്കുക. രാവിലെ ഉണരുന്നു. എപ്പോഴാണ്? 6 മണിക്ക്. 6 മണി എങ്ങനെ വരയ്ക്കാം? മണിക്കൂറിന്റെ സൂചി 6ന് നേരെയും മിനിറ്റ് സൂചി 12ന് നേരെയും. സ്കൂൾ ആരംഭിക്കുന്നത് 10 മണിക്ക്. അപ്പോൾ മണിക്കൂർ സൂചി 10ന് നേരെയും മിനിറ്റ് സൂചി 12ന് നേരെയും. മണിക്കൂർ സൂചി എന്ന് പറയുമ്പോൾ നീളം കുറഞ്ഞ കട്ടിയുള്ള സൂചി, മിനിറ്റ് സൂചി എന്ന് പറയുമ്പോൾ നീളം കൂടിയ കട്ടി കുറഞ്ഞ സൂചി കേട്ടോ. ഉച്ചഭക്ഷണ സമയം 1 മണി. അതായത് മണിക്കൂർ സൂചി 1ന് നേരെയും മിനിറ്റ് സൂചി 12ന് നേരെയും. തൻവി ഒരു ദിവസത്തിൽ വിവിധ കാര്യങ്ങൾക്കായി ചെലവഴിക്കുന്ന സമയം തന്നിരിക്കുന്നത് നോക്കൂ. പ്രഭാത ഭക്ഷണത്തിന് 15 മിനിറ്റ്, ഉച്ചഭക്ഷണത്തിന് 20 മിനിറ്റ്, ചായ കുടിക്കാൻ 10 മിനിറ്റ്, കളിക്കാൻ 1 മണിക്കൂർ, അത്താഴത്തിന് 15 മിനിറ്റ്. ചോദ്യം ബി. തൻവി ഭക്ഷണം, കളി എന്നിവയ്ക്കായി ഒരു ദിവസം ആകെ ചെലവഴിക്കുന്ന സമയം എത്ര? അപ്പോൾ ഭക്ഷണം എന്ന് പറയുമ്പോൾ ഉച്ചഭക്ഷണമുണ്ട്, പ്രഭാത ഭക്ഷണമുണ്ട് അല്ലേ, അത്താഴമുണ്ട്, പിന്നെ ചായ കുടിക്കുന്നതുണ്ട്. കളിക്ക് 1 മണിക്കൂറും. അപ്പോൾ നമുക്ക് ആദ്യം മണിക്കൂറിൻ്റെതാകെ ഒന്നേ ഉള്ളൂ, 1 മണിക്കൂർ മാത്രം. ബാക്കി മിനിറ്റിൻ്റെതെല്ലാം കൂടെ കൂട്ടി നോക്കാം. അതായത് ഭക്ഷണത്തിനായി ചെലവഴിക്കുന്ന മിനിറ്റുകൾ കൂട്ടി നോക്കാം. 15 കൂട്ടണം 20 കൂട്ടണം 10 കൂട്ടണം 15. 15 കൂട്ടണം 20 35. പിന്നെ 35 കൂട്ടണം 10 45. 45 കൂട്ടണം 15 എത്രയാണ്? 60. 60 മിനിറ്റ് എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ. 60 മിനിറ്റ് സമം 1 മണിക്കൂർ അല്ലേ. അപ്പോൾ 1 മണിക്കൂർ ഭക്ഷണത്തിനും 1 മണിക്കൂർ കളിക്കും. 1 കൂട്ടണം 1 സമം 2 മണിക്കൂറാണ് ആകെ ചിലവഴിക്കുന്ന സമയം. പ്രവർത്തനം 5. കൂടുതൽ ഭാരം. കുട്ടി 1 26 കിലോഗ്രാം, കുട്ടി 2 25 കിലോഗ്രാം, കുട്ടി 3 30 കിലോഗ്രാം, കുട്ടി 4 24 കിലോഗ്രാം, കുട്ടി 5 28 കിലോഗ്രാം, കുട്ടി 6 29 കിലോഗ്രാം, കുട്ടി 7 26 കിലോഗ്രാം, കുട്ടി 8 25 കിലോഗ്രാം, കുട്ടി 9 26 കിലോഗ്രാം, കുട്ടി 10 27 കിലോഗ്രാം. അങ്ങനെ 10 കുട്ടികളുടെ ഭാരമാണ് തന്നിട്ടുള്ളത്. ചോദ്യം എ. മുകളിൽ തന്നിരിക്കുന്ന കുട്ടികളുടെ ഭാരം സംബന്ധിച്ച പട്ടിക തയ്യാറാക്കുക. ഒന്നാമത്തെ കുട്ടി 26, രണ്ടാമത്തെ കുട്ടി 25, മൂന്നാമത്തെ കുട്ടി 30, നാലാമത്തെ കുട്ടി 24, അഞ്ചാമത്തെ കുട്ടി 28, പിന്നെ ആറാമത്തെ കുട്ടി 29, ഏഴാമത്തേത് 26, എട്ടാമത്തേത് 25, ഒൻപതാമത്തേത് 26, പത്താമത്തേത് 27. ഇങ്ങനെയാണ് കിലോഗ്രാമിൽ ഭാരം എഴുതിയിരിക്കുന്നത്. ചോദ്യം ബി. ഏറ്റവും കൂടുതൽ ആവർത്തിച്ച ഭാരം ഏതാണ്? ശരിയായ ഉത്തരത്തിൽ ടിക്ക് ഇടുക. 30 കിലോഗ്രാം, 26 കിലോഗ്രാം, 25 കിലോഗ്രാം, 24 കിലോഗ്രാം. ഇതിൽ 26 കിലോഗ്രാം 3 കുട്ടികൾക്കുണ്ട്. ഏറ്റവും കൂടുതൽ ആവർത്തിച്ചത് ഈ ഭാരമാണ്, 26 കിലോഗ്രാം. അപ്പോൾ അതാണ് ശരിയായ ഉത്തരം. ചോദ്യം സി. പട്ടിക അടിസ്ഥാനമാക്കി കൂട്ടുകാരോട് ചോദിക്കാൻ ഒരു ചോദ്യം എഴുതുക. ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് തയ്യാറാക്കാം, ഒരെണ്ണം മാത്രമേ എഴുതാനായിട്ട് ചോദിച്ചിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ ഭാരം ആർക്കാണ്, അല്ലെങ്കിൽ എത്രയാണ്? ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ഭാരം ഏത് കുട്ടിക്കാണ്, എത്രയാണ്? 30 കിലോഗ്രാം ആണല്ലേ. മൂന്നാമത്തെ കുട്ടിക്കാണ് 30 കിലോഗ്രാം വരുന്നത്. അപ്പോൾ അത് ഉത്തരമായിട്ട് എഴുതാം. പ്രവർത്തനം 6. ചിത്രരചന കിറ്റ്. സ്കൂൾ വാർഷികത്തിന്റെ ഭാഗമായി LP വിഭാഗം കുട്ടികൾക്ക് ചിത്രരചനാ മത്സരം നടത്തി. 4 ക്ലാസ്സിലും ഓരോ വിജയിയെ കണ്ടെത്തി. വിജയികൾക്ക് ചിത്രരചനാ കിറ്റ് സമ്മാനമായി നൽകി. അപ്പോൾ ചിത്രരചനാ കിറ്റിലെ സാധനങ്ങളും അതിൻ്റെ വിലയുമാണ് നമുക്ക് പട്ടികയിൽ തന്നിരിക്കുന്നത്. കളറിംഗ് ബുക്ക് 15 രൂപ, ക്രയോൺ 10 രൂപ, പെൻസിൽ 5 രൂപ, ജലച്ചായം 25 രൂപ, ബ്രഷ് 20 രൂപ. ചോദ്യം എ. വിജയികൾക്ക് സമ്മാനം വാങ്ങാൻ ആകെ എത്ര രൂപ കൊടുക്കണം?
അപ്പം എന്ത് ചെയ്യാം, ഒരു ക്ലാസ്സിലേക്ക് വേണ്ട തുകയാണ് എന്ത്, ഇതെല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ നമുക്ക് കിട്ടും. ഒരു ക്ലാസ്സിലേക്ക് വേണ്ട തുക സമം എത്ര? 15 കൂട്ടണം 10 കൂട്ടണം 5 കൂട്ടണം 25 കൂട്ടണം 20. 15ലേക്ക് 10 കൂട്ടിയാൽ 25, 25ലേക്ക് 5 കൂട്ടിയാൽ 30, 30ലേക്ക് 25 കൂട്ടിയാൽ 55, 55ലേക്ക് 20 കൂട്ടിയാൽ 75. അപ്പോൾ ഒരു കുട്ടിക്ക് ആകെ 75 രൂപ വേണ്ടി വരും. പിന്നെ 4 ക്ലാസ്സിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. അപ്പോൾ 4 ക്ലാസ്സിലും ഓരോ വിജയികളുണ്ടായിരിക്കും. ഈ ഓരോ കുട്ടികൾക്കും വേണ്ടി വരും. ഒരു കുട്ടിക്ക് വേണ്ടത് 75 രൂപ. അങ്ങനെയാണെങ്കിൽ 4 കുട്ടികൾക്ക് വേണ്ടത് 75 ഗുണിക്കണം 4 സമം 300 രൂപയാണ്. ചോദ്യം ബി, ഓരോ ക്ലാസ്സിലെയും 2 കുട്ടിക്ക് വീതം സമ്മാനം കൊടുക്കണമെങ്കിൽ ആകെ എത്ര രൂപ വേണ്ടി വരും? ശരി ഉത്തരത്തിന് ടിക്ക് ഇടുക. അപ്പോൾ ഓരോ ക്ലാസ്സിലെയും ഓരോ കുട്ടികൾക്കാണെങ്കിൽ 300 രൂപ വേണ്ടി വരും. 2 കുട്ടികൾ വീതമാകുമ്പോൾ എത്രയായിരിക്കും? ആകെ 8 കുട്ടികൾക്ക് കൊടുക്കേണ്ടി വരും. ഒന്നുകിൽ നിങ്ങൾക്ക് 75 ഗുണിക്കണം 8 ചെയ്ത് നോക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു കുട്ടി വീതമാണെങ്കിൽ 300 അപ്പോൾ 2 കുട്ടി വീതമാണെങ്കിൽ 300 ഗുണിക്കണം 2 സമം 600 രൂപയായിരിക്കും. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ചോദ്യം സി, സമ്മാനം വാങ്ങാനായി 500ന്റെ 2 നോട്ടാണ് കൊടുത്തത്. ബാക്കി എത്ര രൂപ കിട്ടും? 500ന്റെ 2 നോട്ട് എന്ന് പറയുമ്പോൾ 1000 രൂപയായി. ആകെ ആയത് 600 രൂപയാണ് അല്ലേ? അപ്പോൾ ബാക്കി കിട്ടുന്നത് എത്ര? 1000 കുറയ്ക്കണം 600 സമം 400 രൂപയായിരിക്കും. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാട്ടോ ഈ സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത്. ചെയ്ത ചോദ്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്